ഹലോ എല്ലാവർക്കും മരീൻസ് കിച്ചൻ റെസിപ്പീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി വളരെ സ്പെഷ്യലായിട്ടുള്ള അടിപൊളി ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ബക്രീദൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഹോട്ടലിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചില്ലി ചിക്കൻ എപ്പോഴും ബോൺലെസ് ചിക്കൻ എടുക്കുക. അത് ഏകദേശം 1 കിലോയോളം ഉണ്ടാവും കേട്ടോ. അത് കഴുകി വൃത്തിയാക്കിയത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനകത്തോട്ട് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് വിനാഗിരി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടിയത് മൈദയാണ്, അത് 2 ടേബിൾ സ്പൂൺ മൈദ. പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലവറും ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടിയത് സോയാ സോസാണ്, അതൊരു സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ കൈവച്ച് തന്നെ ഇത് നന്നായിട്ട് അങ്ങ് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഏകദേശം 1 മണിക്കൂറോളം നിങ്ങളിത് മാറ്റി വയ്ക്കുക. അപ്പോഴാണ് ആ ഒരു സോസെല്ലാം ഇതിനകത്ത് നന്നായി പിടിക്കുള്ളൂ. അതിനുശേഷം നമുക്കിത് ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് വരും. ഫ്രൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കുക. എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ സെയിം ഓയിൽ തന്നെയാണ് ഇതിൻ്റെ സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒരു പാനിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്തോട്ട് ഒരു 5-6 വെളുത്തുള്ളി, വലുതാണെങ്കിൽ 6 എണ്ണം, ചെറുതാണെങ്കിൽ 10 എണ്ണം എടുക്കുക. അത് നുറുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം ഒരു വലിയ സവാളയാണ്, അത് ചെറുതായിട്ട് ക്യൂബ് പോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോയിട്ട് വരുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാൻ 3 കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ക്യാപ്സിക്കം എടുക്കുക കേട്ടോ. കളറ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ക്യാപ്സിക്കത്തിനകത്തുനിന്ന് വെള്ളമെല്ലാം ഇറങ്ങും. അപ്പോൾ അതെല്ലാം പോയി ആ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ജിഞ്ചർ പേസ്റ്റ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടിയത് തക്കാളി സോസാണ്, അതൊരു ടേബിൾ സ്പൂൺ തക്കാളി സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും. ചില്ലി സോസ് എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. പിന്നെ 1 സ്പൂൺ ഡാർക്ക് സോയ സോസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി അങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം കേട്ടോ. നമ്മുടെ ഈ ക്യാപ്സിക്കത്തിലെല്ലാം ഈ സോസ് നന്നായിട്ട് അങ്ങ് പിടിക്കണം. അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ച ചിക്കൻ പീസസ് ഈ കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അങ്ങ് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഈ സോസിൽ അങ്ങ് ചിക്കൻ നന്നായിട്ട് റെഡി ആയിട്ട് വരണം. ഏറ്റവും അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/2 കപ്പ് വെള്ളത്തിൽ ഞാൻ നന്നായിട്ട് ലയിപ്പിച്ചെടുത്തതാണ്. അതിന് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരുപാട് കോൺഫ്ലോർ ആയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ അല്പം കളറും കൂടി ചേർത്തിട്ടുണ്ട്, ഓറഞ്ച് കളറ്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. ഇതിലേക്ക് മല്ലിയില, അതുപോലെ സ്പ്രിംഗ് ഒനിയൻ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. മരീൻസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.